ഹലോ, ഇത് നമ്മളുടെ ബാംഗ്ലൂർ എയർപോർട്ടാണ് കേട്ടോ. ഞാൻ പണ്ട് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അതും ഇതുപോലെ ഒരുപാട് ടൈം ഇവിടെ വെയിറ്റ് ചെയ്തു. ഇപ്പം അയോധ്യയിൽ നിന്ന് നേരെ ഇവിടെ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. എന്തൊരു മനോഹരമായ എയർപോർട്ടെന്നോ. നിറച്ച് ചെടികളാണ്, നിറച്ച് ചെടികൾ. ഇതുവരെ ഡൊമസ്റ്റിക് ഡിപ്പാച്ചർ ഇതുവഴിയാണ് നമുക്ക് പോകാനുള്ളത്. പക്ഷെ നമ്മളിപ്പോഴും പോകില്ല, 8:45 പോകുള്ളൂ. ഇപ്പം മണി 6 ഒക്കെ ആകാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്കി, ഇവിടെ മുഴുവൻ ഫ്ലോട്ടിങ് ഗാർഡൻസ് ആണ് കണ്ടോ. ഇതോ അകത്ത് നോക്കി, നമ്മുടെ ഡിപ്പാർച്ചറിൻ്റെ അകത്ത് കണ്ടില്ലേ, ഇങ്ങനെ 2 സൈഡിലും ചെടി, അകത്ത് ചെടി. ഇപ്പം നമ്മളങ്ങോട്ട് കയറാത്തത് കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ കയറുമ്പോൾ അവന്മാർ സമ്മതിക്കുകയാണെങ്കിൽ എടുക്കും. അതുവരെ ഞാൻ ഈ വെളിയിലുള്ള മനോഹാരിത, ഇത്രയും നല്ലൊരു എയർപോർട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. വെരി 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 ബ്യൂട്ടിഫുൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുകളിൽ കണ്ട, ആ ഡിപ്പാർച്ചറിൻ്റെ തന്നെ മുകളിൽ കണ്ട, എല്ലാം ഫ്ലോട്ടിങ് ഗാർഡൻസ് ആണ്. എല്ലാം കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് കണ്ടോ. ഇവിടെ കണ്ടു, ഇവിടെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ അവിടെ ഒരു നമ്മൾ ഇരിക്കുന്നത് ഇപ്പോൾ ചെയറിലല്ല, ഇതുപോലെയുള്ള ഓരോ റൗണ്ടല്ലാണ് ഇരിക്കുന്നത്. ഇവിടെ മുഴുവനും ആന്തൂര്യമാണ്. ആന്തൂര്യത്തിൻ്റെ കൂടെ വേറെ നമ്മുടെ അവിടെയുള്ള ഇതൊരു ചെടിയാണ്. ഇതിനെ നിർത്തിയിരിക്കുന്നത് കണ്ടോ. പിന്നെ ഞാൻ ഈ സൈഡ് കാണിക്കാം. ഓരോരുത്തരും അതിലാണ്. ഞങ്ങളും അതുപോലത്തെ റൗണ്ട് അബൌട്ടിലാണ് ഇരിക്കുന്നത്. അത് കണ്ട, ഇത് സൈക്കാസ് എന്ന് പറയുന്ന ഒരു മരമല്ലേ, അതുപോലെ റൗണ്ട് അബൌട്ടാണ്. അതിൽ മുഴുവനും പല 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 ചെടികളാണ് കണ്ടോ. അതിനകത്ത് SS പ്ലാന്റും ഉണ്ട്, ഒരുപാട് SS പ്ലാന്റ് ഉണ്ട് കണ്ടോ. പക്ഷെ എൻ്റെ ഈ കളറല്ല, ഇത് വേറൊരു കളറാണ് എൻ്റെ ഉള്ളത് കണ്ടോ. SS പ്ലാന്റിൻ്റെ കളർ നോക്കിയേ. ഇതൊന്നും പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഇതെല്ലാം ഒറിജിനലാണ്. ഭയങ്കര, ഇത് സൈക്കാസ് ട്രീ ആണ്. ഇത് അവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ പേയ്മെൻറ്റിൻ്റെ എന്താണോ എന്തോ അതെനിക്കറിഞ്ഞൂടാ. പിന്നെ ഇവിടെ നോക്കാം, അങ്ങോട്ട് നമുക്ക് കംപ്ലീറ്റ് പിന്നെ ഫ്ലോട്ടിങ് ഗാർഡൻസ് ആണ്. എന്നുവെച്ചാൽ ഇത് ഉരുളി പോലെയൊക്കെയുള്ള കുറേ എണ്ണത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. അവിടെ മുഴുവൻ ഇത് തന്നെ, എല്ലായിടത്തും ഇത് തന്നെ. ഞാനത് അങ്ങോട്ട് പോയി അതൊക്കെ തന്നെ എടുക്കാം. എനിക്ക് വയ്യ. ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന്, എന്തൊരു ഭംഗി കണ്ടോ. ഇത് കണ്ടോ, ഉരുളി പോലെ ഇങ്ങനെ കണ്ടോ തൂങ്ങി കിടക്കുന്നത് കണ്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 3 എണ്ണം ഒരുമിച്ചുള്ളതാണ് കണ്ടോ. 3 ചെടികൾ. എങ്ങനെയാണോ എന്തോ വെള്ളമൊക്കെ ഒഴിക്കുന്നത്. ചിലപ്പോൾ അവിടെ വല്ല അതിൻ്റെ മുകളിൽ സജ്ജീകരണങ്ങളുണ്ടായിരിക്കും. എയർപോർട്ടിൻ്റെ മുകളിൽ ബാമ്പു ആണെന്നാണ് തോന്നുന്നത്. ഇത് കണ്ടോ, മുഴുവൻ വേറെ സൈസ് ചെടികൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ. ഇതിനാണ് തോന്നുന്നു ഫ്ലോട്ടിങ് ഗാർഡൻ എന്ന് പറയുന്നത്. എനിക്ക് വയ്യ. എന്താണപ്പാ മനോഹാരിത. ഇവിടെ മുഴുവനും അതുപോലത്തെ റൗണ്ട് അബൌട്ടാണ്. അതിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇവിടെ നമ്മളുടെ അവിടെയുള്ള അഗ്ലോണിമകളാണ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമ്മളും ഇങ്ങനെയുള്ളതിലാണല്ലോ ഇരുന്നത്. ഇത് കണ്ടോ, ഇത് ആന്തൂറിയം, കംപ്ലീറ്റ് ആന്തൂറിയം. നല്ല റെഡ് കളറാണ് കണ്ടോ. ഇതിലും ഒരു സൈക്കാസാണ് വെച്ചിരിക്കുന്നത്. പിന്നെതാ നോക്ക്, ഫ്ലോട്ടിങ് എവരി ഹാങ്ങിങ് ഗാർഡൻസ് ആണ്. ഫ്ലോട്ടിങ് അല്ല, ഹാങ്ങിങ് ഗാർഡൻ. വേണ്ട, ഒരു മണി പോലെ. എന്നിട്ട് അതിൻ്റെ ഇതിലുണ്ട്, അത് ഒരെണ്ണം ഇളകി പോയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ബെല്ല് പോലെ ഇങ്ങനെ വന്നിട്ട് അതിലാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് ചെടിയായിട്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നോക്കിക്കേ, ഇവിടെ മുഴുവൻ അപ്പോ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്ര ചെടികൾ. നോക്കിയാൽ അടുത്തടുത്ത് ഹാങ്ങിങ് ആണ്. ഇത് വേറൊരു പാമ്പാണ്, സൈക്കാസ് അല്ല, വേറൊരു പാമ്പാണ്. അതങ്ങ് വളർന്ന് വലുതായി ഉണ്ടോ. എല്ലായിടത്തും റൗണ്ട് അബൌട്ടാണ്, ചെയേഴ്സ് അല്ല. എല്ലാവരും അതിലാണ് ഇരിക്കുന്നത്. വ്യൂ എനിക്ക് വയ്യ. വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ മുഴുവനും ആന്തൂറിയം വേറൊരു കളറാണിത്. പൂക്കളൊക്കെ കണ്ടിങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന പൂക്കൾ.
നല്ല ഭംഗിയുണ്ട്. ചിലപ്പോൾ ഇനി ഇവിടെ ലൈറ്റും വെട്ടമൊക്കെ ഉണ്ടല്ലോ ബാമ്പുവിൻ്റെ അതുവഴി. പിന്നെ മറ്റേ ഉരുളിക്കകത്ത് 3 എണ്ണം വീതം ഇട്ടിട്ടുള്ളത്. അതെന്തൊരു ഇത് കാണണം കേട്ടോ, നേരിട്ട് കണ്ടാൽ ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ ബ്യൂട്ടി അറിയാൻ പറ്റുള്ളൂ. അങ്ങോട്ടും ഉണ്ട് ഉരുളി ഉരുളി ഉരുളി. ചെടികൾ കിളിർത്തേക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ. ഇവിടെ മുഴുവൻ ഉരുളി സെറ്റാണ്. ഞാൻ ഇത്രയും ഭയങ്കര ഇതായിട്ട് എടുക്കുന്നത് എല്ലാവരും കാണണം കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നടന്നിങ്ങനെ വന്നെടുക്കുന്നത്. കണ്ടോ, ഇതിലൊക്കെ പല പല ഈ ഹാങ്ങിങ്ങിൽ പല പലതാണ് വെച്ചിരിക്കുന്നത്.